മിസ് യു ടു ഏട്ടാ എന്നെഴുതി അതിനോടൊപ്പം സങ്കടത്തിന്റെ ഒരു ചിഹ്നവും ഇട്ട് മഹിമ തിരിച്ചു സായിക്ക് അയച്ചു. കുളി കഴിഞ്ഞെത്തിയ സായി കബോർഡിൽ നിന്നും ലാവൻഡർ കളറിലുള്ള ഒരു ഷർട്ടും ബ്രൗൺ പാന്റും എടുത്തിട്ടു. ഫോണിൽ മഹിമ അയച്ച മെസ്സേജ് വായിച്ചതിനു ശേഷം, മഹി, നിന്നോട് എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്, തിരക്ക് കഴിയട്ടെ, ഞാൻ രാത്രി പറയാം എന്ന് സായി വീണ്ടും മെസ്സേജ് അയച്ചു. സായി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. കസിൻസ് എല്ലാം പൂമാലകൾ പൂജാമുറിക്ക് ചുറ്റിനും തൂക്കിയിടുന്നു. അവരുടെ അടുത്തേക്ക് സായി ചെന്നു. സായിയും പൂക്കൾ അലങ്കരിക്കാൻ അവരോടൊപ്പം കൂടി. തമാശകൾ പറഞ്ഞ് സായി പൂമാല തൂക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി സായിയുടെ കണ്ണുകൾ പിന്നിൽ നിന്നും പൊത്തിപ്പിടിച്ചു. സായി തോറ്റുകൊടുക്കരുത്, ആരാണെന്ന് പറ, കസിൻസ് എല്ലാവരും ചേർന്ന് പറഞ്ഞു. സായി ആ പെൺകുട്ടിയുടെ കൈകൾ തൊട്ടു നോക്കി. അവളുടെ വിരലിലെ മോതിരത്തിൽ തൊട്ടതും മഹി, സായി സന്തോഷത്തോടെ വിളിച്ചു. ചേ, ഈ ഏട്ടൻ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് മഹി സായിയുടെ കണ്ണിൽ നിന്നും കൈകൾ എടുത്ത് നിരാശയോടെ നിന്നു. മോതിരം അഴിച്ചു വെക്കാൻ മറന്നുപോയി, മഹിമ പറഞ്ഞു. നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് സായി അവളുടെ കൈക്ക് ഒരു നുള്ളു കൊടുത്തു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ, ആ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പറയാതിരുന്നത്, മഹിമ പറഞ്ഞു. നീ എപ്പെത്തി? സായി ചോദിച്ചു. ഞാൻ കാലത്ത് തന്നെ എത്തി, 8 മണിക്കുള്ള ട്രെയിനിലാണ് വന്നത്. രാവിലെ 11 മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. നിനക്കിന്ന് എക്സാം ആണെന്നല്ലേ പറഞ്ഞത്? സായി ചോദിച്ചു. എക്സാം എല്ലാം ഇന്നലത്തോടെ കഴിഞ്ഞു, പിന്നെ ഏട്ടനെ പറ്റിക്കാൻ വേണ്ടിയാ ഇന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞത്. മഹി, അച്ചമ്മ വിളിക്കുന്നു, സുമലത പറഞ്ഞു. ഹാ, ഇതാ വരുന്നമ്മേ. മഹി അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മുല്ലപ്പൂവിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്ത് അതുമായി സായി അടുക്കളയിലേക്ക് പോയി. മഹി, ഇന്നാ നിനക്കല്ലേ മുല്ലപ്പൂ പ്രാന്ത്, ഇത് നീ വെച്ചോ. മഹി ആ പൂ വാങ്ങി മുടിയിൽ ചൂടി. അച്ചമ്മേ, പായസമായോ? സായി ചോദിച്ചു. ഇതാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പായസത്തിൽ ഇടാൻ വറുത്തുവെച്ച അണ്ടിപ്പരിപ്പിൽ നിന്നും കുറച്ചെടുത്ത് അച്ചമ്മ സായിക്ക് കൊടുത്തു. എനിക്കില്ലേ അച്ചമ്മേ? മഹിമ ചോദിച്ചു. നിനക്കല്ലേ ഞാൻ കുറച്ചു മുമ്പ് തന്നത്, അച്ചമ്മ പറഞ്ഞു. എന്റെ അച്ചമ്മ കുറച്ചുകൂടി പ്ലീസ്, മഹിമ പറഞ്ഞു. അച്ചമ്മയ്ക്ക് അറിയാമായിരുന്നോ ഇന്നിവിടെ വരുന്നുണ്ടെന്ന്? സായി ചോദിച്ചു. അയ്യേ, ഞാനാരോടും പറഞ്ഞിട്ടില്ല, അച്ചമ്മയോട് ഒട്ടും പറയാൻ പറ്റില്ല, പറഞ്ഞ അപ്പത്തന്നെ ഏട്ടനോട് പറയുമെന്ന് എനിക്കറിയാം, മഹിമ പറഞ്ഞു. അച്ചമ്മ കുറച്ചുകൂടി അണ്ടിപ്പരിപ്പെടുത്ത് മഹിമയ്ക്ക് കൊടുത്തിട്ട്, ബാക്കി പായസത്തിൽ ഇട്ടേ, അല്ലെങ്കിൽ ഇനി പായസത്തിൽ ഇടാൻ ഞാൻ ആദ്യം വറക്കേണ്ടി വരും എന്ന് അച്ചമ്മ പറഞ്ഞു. സായിയും മഹിമയും ചിരിച്ചുകൊണ്ട് അച്ചമ്മയെ നോക്കി. മഹിമയുടെ കൂടെ മധുരപലഹാരങ്ങൾ പാത്രത്തിലാക്കാൻ സായിയും സഹായിച്ചു. മോൻ അങ്ങോട്ട് പൊയ്ക്കോ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തോളാം, സീതമ്മേമ പറഞ്ഞു. എന്നോടെന്താ മേമ ഇങ്ങനെയൊന്നും പറയാത്തത്? മഹിമ പറഞ്ഞു. നിനക്കിതൊക്കെ അറിയണ്ടേ, എന്നാലല്ലേ നാളെ കല്യാണം ചെയ്തു പോകുന്ന വീട്ടിൽ നിനക്കിതൊക്കെ ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റൂ. ഹാ, ആ പേരും പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ട് സകല പണിയും ചെയ്യിക്കാനുള്ള അടവല്ലേ, എനിക്കറിയാം. പിന്നെ ആകെ ഒരു സമാധാനം പണിയെടുക്കുന്നവർക്കിടയ്ക്ക് ഈ സ്വീറ്റ്സ് നിന്ന് ഓരോന്ന് തിന്നാലോ എന്നതാ. അച്ചമ്മേ, ഇവൾ ആകെ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ പണിയെടുക്കുന്നത്, സായി പറഞ്ഞു. മോനെ, നീ ആ കാറ്ററിംഗുകാരെ ഒന്നുകൂടി വിളിച്ചു നോക്ക്, കുറച്ചു മുമ്പ് അച്ഛൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. രാത്രി 8 മണിക്ക് തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കണം. ആ ശരി അമ്മ എന്ന് പറഞ്ഞ് സായി കാറ്ററിംഗുകാരെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ 8 മണിക്ക് മുന്നേ തന്നെ എത്തും എന്ന് പറഞ്ഞ് സായി ഹാളിലേക്ക് പോയി. അവിടെ എല്ലാവരുമായി സായി സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഗോപി അങ്കിളും ഫാമിലിയും എത്തി. ഗോപി വായോ, എന്താണ്, കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞ് മുരളി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. സുമേ, ഇതാ ഗോപി വന്നിരിക്കുന്നു. മുരളി സുമലതയെ വിളിച്ചു. ഹായ് സായി, ഹൗ ആർ യു? ഗോപ അങ്കിളുടെ മകൾ അനുരാധ ചോദിച്ചു. ഹലോ അനുരാധ, സുഖമായിരിക്കുന്നു, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് കുറേ ആയല്ലേ, സായി പറഞ്ഞു. 5 വർഷത്തോളമായി, അനുരാധ പറഞ്ഞു. നൗ യു ആർ എ ഹാൻസം മാൻ. ഓ, താങ്ക് യു, ഒന്ന് നാണിച്ചുകൊണ്ട് ചിരിയോടെ സായി പറഞ്ഞു. സായിയുടെ സൗന്ദര്യം അനുരാധയെ ആകർഷിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അതിനെങ്ങനെയാണ്, കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇവൾ മാത്രം വരില്ലല്ലോ, എപ്പോൾ നോക്കിയാലും എക്സാം, പഠനം, ഇങ്ങനെ ഒരു പുസ്തകപ്പുഴുവിന് ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ പുസ്തകം തുറക്കാൻ തന്നെ എക്സാമിന് തലേന്നായിരിക്കും അല്ലേ മുരളി എന്ന് പറഞ്ഞ് ഗോപി ചിരിച്ചു. അത് കേട്ട് മുരളിയും ഒന്ന് ചിരിച്ചു. എന്നിട്ട്, മോളെ അനുരാധെ, അച്ഛൻ പറയുന്നൊന്നും കേൾക്കണ്ട, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ഫങ്ഷൻസ് ഒക്കെ പിന്നെയും ഉണ്ടാകുമല്ലോ. പിന്നെ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ, നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? മുരളി ചോദിച്ചു. നന്നായി പോകുന്നെങ്കിൽ MA കഴിഞ്ഞു, ഇനി MBA കൂടി ചെയ്യണമെന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇവൾക്കിങ്ങനെ ഓരോ ഡിഗ്രികൾ വാങ്ങിക്കൂട്ടണമെന്നല്ലാതെ വല്ല ജോലിക്ക് പോകണമെന്നൊന്നും ഇല്ല. ഗോപി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് മതിയാവോളം പഠിക്കട്ടെ, പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളെ കിട്ടുന്നതൊരു ഭാഗ്യമല്ലേ, മുരളി പറഞ്ഞു. ഇപ്പൊ സായിയെപ്പോലെ ബിസിനസ് തുടങ്ങാനാണ് ഇവളുടെയും ആഗ്രഹം. അതിനാണ് ഇപ്പൊ MBA ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത്, ഗോപി പറഞ്ഞു. വാവ്, ഓൾ ദി ബെസ്റ്റ് അനുരാധ. താങ്ക് യു സായി. മോനെ സായി, നിന്റെ ബിസിനസ് എങ്ങനെ, നന്നായി പോകുന്നു? ഗോപിയുടെ ഭാര്യ വസുമതി ചോദിച്ചു. ഹാ ആൻറ്റി, എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് നന്നായി പോകുന്നു, സായി പറഞ്ഞു. കണ്ടില്ലേ മോളെ, അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും വലിയ ഉയരത്തിലെത്തിയത്. എന്നിട്ടും പറയുന്നത് കേട്ടില്ലേ, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്ന്. അതാണ് അവൻ്റെ ഉള്ളിലെ നന്മ, അത് തന്നെയാണ് അവൻ്റെ വിജയവും. അങ്ങനെ ആവണം. എത്ര വളർന്നാലും കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം, വസുമതി അനുരാധയോട് പറഞ്ഞു. ഗോപിയേട്ടാ, ചേച്ചി ഇതാ ജ്യൂസ് കുടിക്കൂ. സുമലത അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി അവിടേക്ക് വന്നു. മോളെ അനുരാധെ, സുഖമായിരിക്കുന്നോ? സുമലത ചോദിച്ചു. ആ ആൻറ്റി, സുഖമായിരിക്കുന്നു. ആൻറ്റിക്കോ? ഈശ്വരാനുഗ്രഹത്തെ നന്നായി പോകുന്നു മോളെ. ഇവളങ്ങ് വളർന്നൊരു സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്. നമുക്കൊരു ചെക്കനെ കണ്ടുപിടിക്കേണ്ട ചേച്ചി, സുമലത വസുമതിയോട് തമാശയായി ചോദിച്ചു. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, അനുരാധ പറഞ്ഞു. അവള് പറയുന്നൊന്നും കേൾക്കണ്ട. വയസ്സ് എത്രയായെന്നാ? അധികം വൈകാതെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു വിടണം. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം, വസുമതി പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്ന് അന്വേഷിക്കേണ്ടല്ലോ, ഗോപിയും വസുമതിയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്ന ആൻറ്റി, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എനിക്ക് വേണ്ട ചെക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മഹി എവിടെ ആൻറ്റി? അനുരാധ ചോദിച്ചു. അടുക്കളയിൽ അച്ഛമ്മന്റെ കൂടെയുണ്ട്. ബാലരപ്പാട് എല്ലാവരും ഉണ്ട്, മോൾ അങ്ങോട്ട് ചെന്നോ. ആഹാ, എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അനുരാധ പറഞ്ഞു. അനുരാധ അടുക്കളയിൽ എത്തിയതും അനുചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മഹിമ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. പറ, എന്തൊക്കെയാണ് പഠിപ്പിച്ചിന്റെ വിശേഷം, മഹിമ ചോദിച്ചു. മഹിമ പറഞ്ഞത് കേട്ട് അനുരാധ ഒന്ന് ചിരിച്ചു. എന്നിട്ട്, സുഖമായിരിക്കുന്നു, നിന്റെയോ? സാരിയിൽ അടിപൊളിയാണല്ലോ, മഹിമ പറഞ്ഞു. ഓ താങ്ക് യു സുന്ദരി. അനുരാധയും കൂടി വന്നപ്പോൾ നമ്മുടെ ഗ്യാങ് തികഞ്ഞു. അല്ലെങ്കിൽ ഇവള് മാത്രം ഒരു പരിപാടിക്ക് ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം, കസിൻസിൽ ഒരു പെൺകുട്ടി പറഞ്ഞു. അതെന്തായാലും വേണം, കസിൻസ് എല്ലാവരും ഒരുപോലെ പറഞ്ഞു. തീർച്ചയായും, ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകുന്നുള്ളൂ. നമുക്ക് കളറാക്കാം, അനുരാധ പറഞ്ഞു. അത് കേട്ട് മഹിമയും കസിൻസും സന്തോഷിച്ചു. അച്ചമ്മി സുഖമായിരിക്കുന്നോ? അനുരാധ ചോദിച്ചു. സുഖമായിരിക്കുന്നു മോളെ. ഗോപി വന്നിട്ടില്ലേ? ആ വന്നിട്ടുണ്ട് അച്ചമ്മേ. മോളെ മഹി, അനുരാധയ്ക്ക് ജിലേബി വളരെ ഇഷ്ടമല്ലേ? അതിങ്ങെടുത്ത് കൊടുത്തേ, ചൂടോടെ കഴിച്ചോട്ടെ, അച്ചമ്മ പറഞ്ഞു. മഹിമ ജിലേബി എടുത്ത് അനുരാധയ്ക്ക് കൊടുത്തു. ചൂട് ജിലേബി കൊതിയോടെ അനുരാധ കഴിച്ചു. അച്ചമ്മേ, ഞങ്ങൾ ഈ ടെറസിലേക്ക് പൊയ്ക്കോട്ടെ? ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? മഹിമ ചോദിച്ചു. ആ പൊക്കോ. താങ്ക് യു അച്ചമ്മേ, പൂജയ്ക്ക് സമയമാകുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞ് അവർ ടെറസിലേക്ക് പോയി. കണ്ടില്ലേ കുട്ടികളുടെ ഒരു സന്തോഷം, അച്ചമ്മ സുമലതയോടും സീതയോടുമായി പറഞ്ഞു. മഹി, സായിയെ പോയി വിളിച്ചിട്ട് വായോ, കിരൺ പറഞ്ഞു. അവനും കൂടി ഉണ്ടെങ്കിൽ ഒരു രസമുണ്ടാവും. താഴെ പോയി എന്തെങ്കിലും പണി കിട്ടും, ഫോണിൽ വിളിക്കാം എന്ന് പറഞ്ഞ് മഹി ഫോണിൽ സായിയെ വിളിച്ച് ടെറസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വാട്സപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് സായി അയച്ച മെസ്സേജ് മഹിമ കാണുന്നത്. ഏട്ടന് എന്ത് കാര്യമായിരിക്കും എന്നോട് പറയാനുണ്ടാവുക, മഹിമ ചിന്തിച്ചു. സായിയും ടെറസിലേക്ക് എത്തി. അനുരാധ സായിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അനുരാധയ്ക്ക് സായിയോട് ഒരിഷ്ടം തോന്നാൻ തുടങ്ങി. അവന്റെ സൗന്ദര്യത്തിൽ അനുരാധ വല്ലാതെ ആകർഷിക്കപ്പെട്ടു. സായിയുടെ അടുത്ത് ചെന്ന് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം മഹിമ പതിയെ ചോദിച്ചു. പിന്നെ പറയാം, സീക്രട്ടാണ്, സായി പറഞ്ഞു. പൂജാ സമയം ആവുന്നതുവരെ അവർ എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അനുരാധയുടെ ശ്രദ്ധ മുഴുവൻ സായിയെ മാത്രമായിരുന്നു. പൂജയ്ക്ക് സമയമായി, എല്ലാവരെയും താഴേക്ക് വിളിക്കുന്നു, സീതമേമ അവരോട് വന്ന് പറഞ്ഞു. എല്ലാവരും പൂജയ്ക്ക് താഴെ എത്തി. ഓരോരുത്തരായി നിലത്ത് ചമറപ്പടിയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൂജയെല്ലാം കഴിഞ്ഞതും മുത്തശ്ശി എല്ലാവർക്കും മധുരം നൽകാൻ തുടങ്ങി. മുത്തശ്ശി മധുരം കൊടുത്തു കഴിഞ്ഞപ്പോൾ സായി എണീറ്റ് മുത്തശ്ശി ഒരുക്കി വെച്ച താലമെടുത്തു. അതിൽ നിന്നും തുണി കൊണ്ട് കെട്ടിയ ചെറിയ കിഴികൾ ഓരോന്നായി എല്ലാവർക്കും കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങാൻ മുത്തശ്ശി സായിയോട് ആവശ്യപ്പെട്ടു. മുത്തശ്ശി പറഞ്ഞത് പ്രകാരം സായി ചെയ്തു. പൂജയെല്ലാം മംഗളമായി കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറായി.